കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. കല്ലൂർക്കാട് പഞ്ചായത്തിലെ BJP വനിതാ സ്ഥാനാർത്ഥികളെ LDF പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്നതായി BJP നേതാക്കൾ. സ്ഥാനാർത്ഥികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് BJP കല്ലൂർക്കാട് പഞ്ചായത്ത് സമിതി പരാതി നൽകിയിട്ടുണ്ട്. കല്ലൂർക്കാട് പഞ്ചായത്തിലെ BJP വനിതാ സ്ഥാനാർത്ഥികളെ LDF പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്ന് BJP നേതാക്കൾ. 3-ാം വാർഡിൽ മത്സരിക്കുന്ന ടോളി അലക്സാണ്ടർ, 2-ാം വാർഡ് സ്ഥാനാർത്ഥി ജിജി വി ജോസ് എന്നിവരെയാണ് ഭീഷണിപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പിലെ പരാജയ ഭീതിയെ തുടർന്ന് BJP സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ ഉൾപ്പെടെ എത്തിയാണ് LDF പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതെന്ന് BJP കല്ലൂർക്കാട് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് സാബു KS, വൈസ് പ്രസിഡന്റ് രാജു മങ്കുത്തൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. BJPക്കുള്ള അവിടെ ഒരു മുന്നേറ്റവും മറ്റുള്ളവരുടെ ഒരു പരാജയ ഭീതിയും കൊണ്ട് ഇവർ ഇപ്പം നമ്മുടെ വനിതാ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയാണ്. പ്രചരണത്തിന് ഇറങ്ങിയാൽ ജീവഹാനി വരെ സംഭവിക്കുന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ടോളി പറയുന്ന 3-ാം വാർഡിലെ സ്ഥാനാർത്ഥിയെ ഒരു 4 ബൈക്കിലായിട്ട് 6 പേര് വന്ന് ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നു. മറ്റ് 2-ാം വാർഡിലെ ഒരു ജിജി ജോസ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയും ഇതേപോലെ തന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. അവർ പ്രചരണത്തിന് ഇറങ്ങരുതെന്നാണ് ഇവർ പറയുന്നത്. CPMൻ്റെ പ്രവർത്തകരും അതിലൊരു ബ്രാഞ്ച് സെക്രട്ടറി അല്ലേ, ബ്രാഞ്ച് സെക്രട്ടറി ഒക്കെയാണ് ഇതിന് മുൻകൈ എടുക്കുന്നത്. അതുപോലെ പള്ളിയിൽ നമ്മുടെ പ്രകടന പത്രിക ഞങ്ങൾക്ക് മാത്രമേ കല്ലൂർക്കാട് ഞങ്ങൾ മാത്രം BJP മാത്രമാണ് NDA സഖ്യമാണ് മാത്രമാണ് പ്രകടന പത്രിക ഇറക്കിയിട്ടുള്ളൂ. അത് അവിടുത്തെ പള്ളി വികാരിയാണ് പ്രകാശനം ചെയ്തത്. ആ കാര്യത്തിൽ പള്ളി ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് അതിനും പരാതികൾ. പള്ളിയും പള്ളിക്കൂടമൊക്കെ ഉള്ളിടത്ത് പോകാൻ പറ്റില്ല, സ്ഥാനാർത്ഥികൾ കയറരുത്, ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ഭീഷണികൾ. സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും സ്ഥാനാർത്ഥികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് എറണാകുളം ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് BJP പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.